സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഗജാനന്ദനാണെങ്കിൽ സച്ചിനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ, രേവതിയാണെന്ന് വിചാരിച്ചുകൊണ്ട്, മോളെ രേവതി, നീ എന്താ വിചാരിച്ച്? നിൻ്റെ കെട്ടിയോൻ എന്നെ തല്ലിയിട്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ച നിനക്കൊരു പണി തന്നെ ഒന്ന്. ഇന്ന് എന്തൊക്കെയാൽ അതിനുള്ള പണിയുടെ സമയമായിട്ടുണ്ട്. മോനെ സച്ചി, ഇനി നിൻ്റെ കെട്ടിയോൾ കുറച്ച് കാലം എൻ്റെ കൂടെ കഴിയട്ടെ, അവളെ വെച്ച് ഞാൻ അന്ന് സൂചിക്കട്ടെ എന്ന് നമ്മുടെ ഗജാനന്ദനാണ് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ഗജാനന്ദനാണ് പതുക്കെ പോയാണെങ്കിൽ സച്ചിയുടെ ആ പുതപ്പ് അങ്ങോട്ട് മാറ്റുക. പുതപ്പ് മാറ്റുമ്പോൾ തന്നെ സച്ചിയാണ് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുക. അത് കാരണമാണ് ഗജാനന്ദനാണ് ഞെട്ടി ധരിക്കുകയാണ്. സച്ചിയോ? ചേട്ടാ നീ അല്ലേ പറഞ്ഞു ഇവനോട് ഇല്ലയെന്ന്? എത്തിയോ? അടിയനാണെങ്കിൽ യജമാനെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇത്ര വൈകിയത്? ഇത്ര വൈകാൻ വഴിയില്ലായിരുന്നല്ലോ. എത്ര നേരം വെച്ചാൽ ഉറക്കം ഉളച്ചിരിക്കുന്നതെന്ന് വെച്ച് സച്ചി അങ്ങ് എണീക്കുകയാണ്. ഡാ നീ എന്താ വിചാരിച്ച്? നിൻ്റെ ആളുകൾ രേവതിയെ നോട്ടം ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഇന്ന് രാത്രി നീ ഇവിടെ വരുമെന്ന്. നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എത്ര നേരമായിരുന്നു ഉറക്കുളച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നീ എത്തിയല്ലോ. അതോടെയാണ് ഗജാനന്ദനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. നിന്നെ ഞാൻ വിടിലിടാന്ന് പറഞ്ഞുകൊണ്ട് ഗജാനന്ദനാണെങ്കിൽ സച്ചിനെ അടിക്കാൻ നോക്കുവാണ്. സച്ചി ആണെങ്കിൽ അവൻ്റെ കയ്യെ പിടിച്ച് അവിടെ ഇട്ട് നല്ല ഇത് പെരുമാറുന്നുണ്ടോ. കുറച്ച് അടി കിട്ടിയപ്പോൾ തന്നെ ഗജാനന്ദനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടുവാണ്. സച്ചിയാണെങ്കിൽ വിടുന്നില്ല കേട്ടോ, പുറകെ ചെല്ലുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഗജാനൻ്റെ കൂടെയുള്ളവന്മാരാണ് സച്ചിനെ തടഞ്ഞു നിർത്തണം കേട്ടോ. അണ്ണാ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷേ സച്ചിയാണെങ്കിൽ വിടുന്നില്ല, എല്ലാത്തിനെയും ചവിട്ടി കൂട്ടുവാണേ. ഗജാനന്ദനാണ് തിരിച്ചാണ് വന്ന് വീണ്ടും സച്ചിനെ ഇടിക്കാൻ നോക്കുന്നുണ്ട്. ഉമ്മായി സച്ചിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. സച്ചി ആണെങ്കിൽ മൂന്നെണ്ണത്തിന് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഗജാനൻ തന്നെ നോട്ടം ഇടാണെങ്കിൽ നല്ല രീതിയിൽ ഗജാനൻ നടുവിട്ട് നോക്കി തന്നെ താങ്ങുന്നുണ്ടോ സച്ചിയാണിത്. ഗജാനൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ. കൂടെയുള്ളവന്മാർക്ക് ആവശ്യം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ല സച്ചിയാണെങ്കിൽ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സച്ചിയുടെ ഈ എടുത്തിട്ട് പെരുമാറുന്ന സൗണ്ടാണെങ്കിൽ അകത്ത് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതും കേട്ട് ഇവർ അറിയുന്നു പോയില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. രേവതി ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ സച്ചിയാണെങ്കിൽ വിടുന്നില്ല കേട്ടോ. ഗജാനന്ദനാണ് ചവിട്ടിക്കൂട്ടി നട്ടിലേക്ക് ഊരിയെടുക്കുന്ന അവസ്ഥയിലാക്കുന്നുണ്ട് കേട്ടോ. ഗജാനന്ദനാണെങ്കിൽ ഒന്നും വയ്യാത്ത അവസ്ഥയായിട്ടോ. അതുപോലെ സച്ചിയായിട്ട് പെരുമാറുവാണ്. കൂടെയുള്ളവന്മാരെ വെറുതെ വിടുന്നില്ല കേട്ടോ. അവന്മാർക്കിട്ട് സച്ചി ആവശ്യത്തെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം സൗണ്ടൊക്കെ ആയിട്ട് രേവതി പതുക്കെ എണീക്കുകയാണ്. അപ്പോൾ രേവതിനായിട്ട് അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മേ, പുറത്ത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണെ. ശരിയല്ലോ മോളെ, എന്താ ഇത്ര ഒരു സൗണ്ട്? ബാ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് ശരത്തിനെ വിളിക്കുന്നുണ്ടോ. അപ്പോൾ ശരത്താണ് നല്ല ഉറക്കമാണ്. ഇപ്പോൾ ഈ സമയം സച്ചി ആണെങ്കിൽ വിടുന്നില്ല കേട്ടോ. ഗജാനന്ദൻ തന്നെ നോട്ടിട്ടാണെങ്കിൽ അവനെ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഗജാനന്ദൻ എന്തൊക്കെയായാലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇടി കിട്ടി കാണില്ല കേട്ടോ. അതുപോലെ സച്ചിയായിട്ട് പെരുമാറുന്നുണ്ടോ. എന്നാലും സച്ചിയുടെ ഓണത്തിൽ ഒരു രക്ഷയില്ലാത്ത പോലെ സച്ചി പെരുമാറിക്കൊണ്ടിരിക്കുക. ഗജാനന്ദനാണെങ്കിൽ അടി നിന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവന്മാരാണ് കുറേ അടി കൊണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ. സച്ചി അവരെയും വിടുന്നില്ല കേട്ടോ. അവരെയും പിടിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഇത് സൗണ്ടൊക്കെ ആയിട്ട് അവരെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. നമ്മുടെ ലക്ഷ്മി രേവതിയൊക്കെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ എന്നാ ഇപ്പോൾ സച്ചിയാണെങ്കിൽ ഗജാനന്ദൻ എടുത്തിട്ട് പെരുമാറുന്നത് കാണുവാണേ. അപ്പോൾ ലക്ഷ്മി കേൾക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഇവരെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. ഗജാനന്ദൻ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിനുണ്ട്, സച്ചിയേട്ടാ വിട്, അവനെ വിടാൻ പറയുന്നുണ്ടോ. ലക്ഷ്മിയുടെ പെട്ടെന്നാണെങ്കിൽ രേവതി തടഞ്ഞു നിർത്തുവാണേ. മോളെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെ മാറിയിരിക്കാൻ പറയുവാണേ. സച്ചി ആണെങ്കിൽ വിടുന്ന ലക്ഷണമൊന്നും കാണില്ല കേട്ടോ. ഗജാനന്ദൻ ടീമിനെ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൂടെയുള്ള രണ്ടെണ്ണത്തിന് അടി കെട്ടി മതിയായി തോന്നിട്ടോ. അവന്മാരാണ് സച്ചിനെ തള്ളി മാറ്റിയിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് കേട്ടോ. ഗജാനന്ദനാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി വിടുന്നില്ല കേട്ടോ. സച്ചി പുറകെ പോയി ഗജാനന്ദനെ പിടിക്കുകയാണ്. എന്നിട്ട് അല്ല ഇത് എന്നിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ പറ്റിയെന്ന് ചോദിക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ ഓടി കൂടുന്നുണ്ടോ. അപ്പോൾ സച്ചി പറയുന്നു കേട്ടോ, നീ ഇന്ന് രാവിലെ തന്നെ നീയും നിൻ്റെ ആൾക്കാരും രേവതിയെ നോട്ടം ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചാടാ ഇന്ന് രാത്രി നീ ഇവിടെ എത്തുമെന്ന്. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ കാവലഴിച്ച് നോക്കിയിരുന്ന്. എന്തൊക്കെയാലും നീ വന്നല്ലോ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരാ. നീ എൻ്റെ വണ്ടിക്കകത്ത് കഞ്ചാവ് വെച്ച അന്ന് ഞാൻ നിന്നെ നോട്ടം ഇടാം, അന്ന് ഞാൻ നിന്നെ കൊല്ലണ്ടേയായിരുന്നു. പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ച് എൻ്റെ ആൾക്കാരെ ഓർത്തുകൊണ്ടാ, എൻ്റെ വീട്ടുകാരെ രേവതിനെയൊക്കെ ഓർത്തുകൊണ്ടാ ഞാനത് വേണ്ടാന്ന് വെച്ച്. പക്ഷേ നിനക്കത് പോരാ, നിനക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ല. അതുകൊണ്ടാണ് നീ വീണ്ടും രേവതിയുടെ അടുത്ത് വന്ന്. ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കും, ഈ ജന്മം എന്നല്ല 10 ജന്മം എടുത്താലും രേവതി എൻ്റെ സച്ചിയുടെയാണ്, എൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ നേരെ പോലും നിൻ്റെ കൈ ഇനി പൊങ്ങിയ കൈ ഞാൻ വെട്ടിയിരിക്കും. ഇത് അവസാനത്തെ താക്കിയതാന്ന് പറയുകയാണെ. അപ്പോൾ അതൊക്കെ കേട്ടോടെയാണെങ്കിൽ നമ്മുടെ രേവതി ലക്ഷ്മിയാണ് ആകെ ഞെട്ടുവാണ്. ലക്ഷ്മിയാണ് മോളെ രേവതി എന്നൊക്കെ വിളിക്കുന്നുണ്ടോ. അപ്പോൾ രേവതിക്കാണ് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സച്ചിയാണ് വിടുന്നില്ല. ഗജാനന്ദൻ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നു കേട്ടോ. നാട്ടുകാരൊക്കെ വന്നു, എന്താ ഇവിടെ നിന്ന് ചോദിക്കുക. ചേച്ചി പിന്നെ കിട്ടിയത് പോരാ, കുറച്ചുകൂടെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുക. നീ കൊടുത്തോടാ അമ്മ എന്ന കൂടെ നാട്ടുകാരും പറയുന്നുണ്ട് കേട്ടോ. അതോടെ സച്ചിക്ക് ഒന്നും കൂടി അങ്ങോട്ട് ആവേശം കൂടുവാണ്. സച്ചിയാണ് വീണ്ടും ഗജാനന്ദൻ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയുന്നു കേട്ടോ,
ചേട്ടാ കൊടുത്താൽ പോരാ, നല്ലത് കൊടുക്കുന്നു പറയുന്നു കേട്ടോ. ഇപ്പോൾ ദേവും പറയുന്നുണ്ട് കേട്ടോ, കൊടുക്കാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് മതി നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നേ, സച്ചിയാണ് ഇപ്പോൾ തന്നെ കൊടുത്ത് അവനിപ്പോൾ ചാവാൻ പാകത്തിനായെന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് ദേവതേർ പറയുന്നുണ്ട് കേട്ടോ, സച്ചി ചേട്ടാ മതി, ഇനി അവൻ തല്ലിക്കഴിഞ്ഞ് അവൻ ചത്തുപോകുമെന്ന് പറയുകയാണെ. ഇവനൊക്കെ ജീവിച്ചിരിക്കുക അർഹതയില്ലാത്തവരാണ് സച്ചിയാണ് പറഞ്ഞ് വീണ്ടും ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുക. ഗജാനന്ദനെ മാത്രം കേട്ടോ, കൂടെയുള്ളമാരെ ഓടി രക്ഷപ്പെട്ടുള്ളൂ. ഗജാനന്ദനെ ഓടി രക്ഷപ്പെടാനും പറ്റിയില്ല. എന്തായാലും സച്ചി അവനെ ചവിട്ടി കൂട്ടുക. അപ്പോൾ ഗജാനന്ദനാണെങ്കിൽ സച്ചി തള്ളിയിട്ടിട്ട് വീണ്ടും ഓടി രക്ഷപ്പെടുവാണ്. സച്ചിയാണ് ഡാന്ന് പറഞ്ഞപ്പോൾ പുറം ചെല്ലുന്നുണ്ടോ. അപ്പോൾ രേവതിയാണ് സച്ചി വിളിക്കുന്നത് കേട്ടോ, സച്ചിയേട്ടാ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരാണെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ഈ സമയം നാട്ടുകാരാണെങ്കിൽ ലക്ഷ്മണൻ്റെ രേവതിയായിട്ട് പറഞ്ഞിട്ടോ, എന്തൊക്കെയായാലും സച്ചിമോൻ ഇവിടെ ഉണ്ടായി നന്നായി, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ. ഇന്നും കൊണ്ട് ആ ഗജാനന്ദൻ നിങ്ങൾ ചിലപ്പം ബുദ്ധിമുട്ടിച്ച് ചിലപ്പോൾ ആവശ്യത്തെ പ്രശ്നങ്ങളെ കൊണ്ടുപോയി ചാടിച്ചേനെ. എന്തായാലും സച്ചിമോൻ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയായി എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് സച്ചിയുള്ള ധൈര്യം തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടെയുള്ള എല്ലാവരും വേണമെങ്കിൽ നാട്ടുകാരൊക്കെ ആണെങ്കിൽ മോനെ സച്ചി നന്നായിടാ, നീ എന്തൊക്കെയാണ് രേവതിക്കൂടെ കാവൽ നിന്നുകൊണ്ടാണ് ഇന്ന് രേവതിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. അത് മാത്രമല്ല ഞങ്ങൾക്ക് നീ ധൈര്യം തന്നെയെന്ന് പറയുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ സച്ചി പറയുന്നുണ്ട്, ശരി ചേട്ടാ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. ചേച്ചി ശരിയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ലക്ഷ്മി രേവതിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ അവരോട് സച്ചി പറയുന്നു കേട്ടോ, നിങ്ങൾ പോയി കിടന്നോ, ഇനി പ്രശ്നമൊന്നുമില്ല, അവരാരും വരാൻ പോകണില്ല, അവന്മാരെ കിട്ടേണ്ട ആവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ടാണ് രേവതി അവിടെ നിൽക്കുവാണ്. അപ്പോൾ ലക്ഷ്മിയൊക്കെ മുറിക്കകത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ രേവതിയാണ് പതുക്കെ വന്ന് സച്ചി ആകെ വേർത്ത് കുടിച്ചിട്ടോ നല്ല ഇത് പെരുമാറിപ്പോയി. നല്ല ശരീരം അധ്വാനിച്ചുള്ള പണിയില്ലായിരുന്നോ എല്ലാത്തിനും എടുത്തിട്ട് പെരുമാറിയത്. അപ്പോൾ രേവതിയാണ് വന്ന് ആ സാരിയുടെ തുമ്പം കൊണ്ടാണെങ്കിലും സച്ചിയുടെ മുഖത്തെ വേർപ്പൊക്കെ ഇങ്ങനെ തൂത്ത് കളയാണ്. സച്ചിയാണ് രേവതിയുടെ കണ്ണിലേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സച്ചി പറയുന്നത്, രേവതി നീ പോയി കിടന്നുറങ്ങിക്കോ, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഹാളിൽ കിടന്നോളാന്ന് പറയുകയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയാണ് പതുക്കെ അങ്ങ് പോകാൻ തുടങ്ങുവാണ്. പോകുമ്പോഴാണ് രേവതി സച്ചിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുക. സച്ചിയാണ് രേവതിയെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരാണ് രേവതിയാണ് അകത്തോട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയൊക്കെ അവിടെ നിൽക്കുക. അപ്പോഴാണ് ചെല്ലുമ്പോൾ തന്നെയാണ് രേവതി ചോദിക്കുക, അല്ല അമ്മേ അച്ഛനുള്ള മീൻകറി എടുത്ത് സച്ചിയേട്ടനെ പോകാൻ പറയട്ടെന്ന് ചോദിക്കുകയാണേ. അത് കേട്ടോടെയാണെങ്കിൽ ലക്ഷ്മിക്കാണെങ്കിൽ എന്താ പറയണമെന്നറിയില്ല. ലക്ഷ്മി പോടി വന്ന് നീ എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കുക. പിന്നെ അമ്മ എന്തായിരുന്നു വന്നപ്പോൾ തൊട്ട് സച്ചിയേട്ടൻ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത്, സച്ചിയേട്ടൻ ഇവിടെ നിന്നതിൻ്റെ കാര്യം ഇപ്പം മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴാണ് മോളെ എനിക്ക് മനസ്സിലായത്, അവൻ മനസ്സിൽ നന്മയുള്ളവന്, അവനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ലക്ഷ്മി ആണെങ്കിൽ അവരെ കൂട്ടി കിടക്കാൻ പോവുകയാണ്. പിന്നെ കാണാൻ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ രവീന്ദ്രനും അശോകനുമാണ് ജോഗിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഈ മധുസൂദൻ്റെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം രവി പറയുന്നുണ്ട് കേട്ടോ, മധുസൂദനാണെങ്കിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അവനങ്ങനെ വിടുന്ന ലക്ഷണമില്ലാന്ന് തോന്നുന്നു പറയുകയാണ്. അപ്പോൾ അശോകൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, നീ ഒന്ന് പോയി കാണാൻ പറയാം. പിന്നെ ഞാൻ പോയി കാണാനോ അയാളെയോ, ഞാൻ അയാളെ കാണാൻ പോണോ ലക്ഷ്മി കാണാൻ പോണ പ്രശ്നമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അശോകൻ പറഞ്ഞിട്ട് നീ കാണാൻ പോകണ്ട, ദേ വന്ന് നിൽക്കുന്നു പറയുകയാണ്. അപ്പോഴേ മധുസൂദനും ഭാര്യ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ അത് കണ്ടോണ്ട് രവി പറഞ്ഞിട്ട് അല്ല ഇവരെങ്കിൽ എന്നെ കാണാൻ വന്ന് ഇവരെ എനിക്ക് കാണേണ്ടവർ ആവശ്യമില്ല എന്ന് പറഞ്ഞ് രവിയാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. മധുസൂദനെ പുറകെ ഓടി ചെല്ലുവാണ്. രവി നിൽക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്താ തനിക്ക് എന്താ വേണ്ടേ, താൻ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, തന്നെ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള കേസ് അത് കോടതി കഴിഞ്ഞാൽ പിന്നെ എന്ത് താൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുക. എനിക്ക് എന്നോട് അത്യാവശ്യമായിട്ട് കാര്യം പറയാണെന്ന് പറയും. എനിക്ക് തങ്ങൾ പറഞ്ഞ ഒന്നും കേൾക്കണ്ടേ, ഒരാവശ്യമില്ലെന്ന് പറയാം, കേട്ടേ പറ്റുള്ളൂ. തൻ്റെ ആ മോനുണ്ടല്ലോ, തൻ്റെ ഇളയ മോന്, അവനാണെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ പുറകെ നടക്കുക, അവന് താൻ പറഞ്ഞ് നിർത്തിക്കണം. അതോ താന് മനഃപൂർവ്വം തൻ്റെ സ്വഭാവം അനുസരിച്ച് താൻ ചിലപ്പോൾ എന്നോട് പക വീട്ടാൻ വേണ്ടി തൻ്റെ മോനെ ഇളക്കി വിട്ടാണെന്ന് ചോദിക്കുകയാണെ. നിങ്ങൾ എന്തായി പറയുന്നത്, എൻ്റെ മോനെ നിങ്ങളുടെ പെണ്ണ് പോലെ നടക്കണ്ടേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കങ്ങനെ നിങ്ങളുടെ പക വീട്ടണ്ടേ ഒരാവശ്യമില്ല. ഞാൻ അത്രക്കാരനുമല്ല, ഞാൻ മനസ്സിനെ സ്നേഹിക്കുന്നവരാ, നിങ്ങളെപ്പോലെ പണത്തിനെ സ്നേഹിക്കുന്നവരല്ല എന്ന് പറയുകയാണെ. അപ്പോൾ അത് കേട്ടോടെ ഭാര്യയും വന്നിട്ടോ, ഭാര്യ എന്ന് പറയുന്നത് കേട്ടോ, എൻ്റെ ഏട്ടാ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊക്കെ നമ്മുടെ താന്നു കൊടുത്തു കഴിഞ്ഞാൽ തലയിൽ കയറി നിരങ്ങുമെന്ന് പറയുകയാണെ. അത് കേട്ടോടെ രവി കളിയാക്കി ചോദിക്കുന്നുണ്ടോ, അതിൻ്റെ യജമാനത്തി ഞാൻ കുറച്ചുകൂടെ താന്ന് ഇങ്ങനെ കുനിഞ്ഞിന് സംസാരിക്കണം, നിങ്ങളോടൊക്കെ ഒന്ന് പോവാൻ നോക്ക്. പിന്നെ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവളെന്തിനാ അവൻ്റെ പുറകെ നടക്കുന്നത്, അത് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അല്ലാതെ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ മോൻ നല്ല കാര്യം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ തെറ്റായ വഴിക്ക് പോകില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ശ്രീകാന്ത്, അവൻ എല്ലാ കാര്യം നോക്കി കണ്ട് ചെയ്യാനായിട്ട് അറിയാമെന്ന് പറയുകയാണെ. അതോടെയാണെങ്കിൽ മഹിമ പറയുന്നത് കേട്ടോ, കണ്ടില്ലേ ഏട്ടാ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലയെന്ന്. ഇവരെ മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മുടെ വീട്ടിൽ കുറേ പ്രാവശ്യം ഇയാൾ വന്നതല്ലേ, വന്നപ്പോൾ തന്നെയാണ് അവിടുത്തെ സ്വത്തും കാര്യങ്ങളെ കണ്ണു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ സ്വന്തം മകനെ ഇറച്ചി കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെ. അത് കേട്ടോ അശോകൻ ദേഷ്യം വന്നിട്ടോ. അപ്പോൾ അശോകൻ പറഞ്ഞിട്ട് മിണ്ടി പോയേക്കല്ലേ, ഇന്നൊരു വാക്ക് രവിനെക്കുറിച്ച് മിണ്ടി കഴിഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമെന്ന് പറയാം. നിങ്ങൾ എന്താ ചോദിച്ചാൽ രവിനെക്കുറിച്ചാണെങ്കിൽ, രവിയാണെങ്കിൽ അന്ന് രവിയുടെ കയ്യബദ്ധം പോലും പറ്റിയതല്ല, അന്ന് ആക്സിഡൻ്റ് ആയി. എന്നിട്ട് പോലും ആ കുടുംബത്തെ രവി ചേർത്ത് പിടിച്ചു. ആ കുടുംബത്തിലെ മോളാണ് ഇപ്പോൾ രവിയുടെ മരുമോളെന്ന് പറയുകയാണെ. ഓ അത്രയ്ക്ക് വലിയ ഹൃദയശൂന്യതയുള്ള ആളാണോ ഇയാളെന്ന് ചോദിക്കുക. അവൻ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല.
അപ്പോൾ അശോകനോട് രവി പറഞ്ഞു കേട്ടോ, നീ എന്തിനാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബാ നമുക്ക് നമ്മളെ പണിക്ക് പോയി പണി നോക്കി പോകാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. മൈസൂരം പറഞ്ഞു കേട്ടോ, മര്യാദയ്ക്ക് നീ നിൻ്റെ മകനെ നിരത്തിൽ നിലക്കി നിർത്തിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിലക്കി നിർത്തുന്നു പറയാ, ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോകണതും കാണിച്ചു. ഇന്നത്തെ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.